അപ്പൊ ചേച്ചി നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയം വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും ഇന്ന്. കാരണം അതിനു മുമ്പ് ഹിന്ദി അറിയൂ? ഹിന്ദി അറിയൂല, മലയാളം അപ്പൊ പാടുപെടും. ഇന്ന് നമ്മൾ രണ്ടുപേരും കുറച്ച് പാടുപെടാൻ പോവാണ്. ഞാനും ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടെത്തുന്നത്? ഇതിന്റെ ജൂറി മെമ്പേഴ്സ് വേറെ ആൾക്കാരാണ്. വളരെ നല്ലൊരു പ്രോഗ്രാം ആട്ടോ അത്. ഇത്രയും ആൾക്കാർക്ക് സന്ദർഭം. അതായത് എന്റെയും എന്റെ കുട്ടികളുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് കേരളം വിട്ട് മധ്യപ്രദേശ് വരെ എത്തി നിൽക്കുന്നതിന്റെ തെളിവാണ് ഇന്ന് വരാൻ പോകുന്ന ഒരു പെർഫോമർ. നമ്മളെല്ലാവരെയും ഒരു എന്താ പറയാ കണ്ണഞ്ചിപ്പിക്കുന്ന പെർഫോമൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ഹൂല ഹൂപ്പ് വെച്ചിട്ടുള്ള വിസ്മയം തീർക്കൽ അത് കേട്ടിട്ടുണ്ടാവില്ല ചേച്ചി, പക്ഷെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല, ഞാനും ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർക്ക് പക്ഷെ ഈ ഹൂല ഹൂപ്പ് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ തോന്നും, പക്ഷെ പരാജയപ്പെടും. കാരണം നല്ല പണിയുള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനും ആ പെർഫോമൻസ് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഒരു മിടുക്കി അങ്ങ് മധ്യപ്രദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഹാന ബിജു. അറിയാം. ഓ രക്ഷപ്പെട്ടു. ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഹിന്ദി ഹാ ഹും മേ എന്ത് പറയും എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ശുദ്ധ മലയാളത്തിൽ തന്നെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ മധ്യപ്രദേശില് എന്താണ് ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു വ്യത്യാസം കേരളത്തില് കായംകുളമാണ് അല്ലേ? അതെ. എങ്ങനെയാണ് അവിടെ പോയത്? നിങ്ങൾ മലയാളികളല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ അവിടെ മധ്യപ്രദേശിൽ? അവിടെ മമ്മിക്കും പപ്പയ്ക്കും സ്കൂളിൽ ജോലിന്റെ കാരണം ഞങ്ങൾ പോയതായിരുന്നു. ഓ ശരി. അപ്പൊ ഇപ്പൊ നാട്ടിലാണോ? അല്ല, ഇപ്പോഴും മധ്യപ്രദേശിൽ നിന്ന് വന്നതായിരുന്നു. ഓ അതിനു വേണ്ടി അവരവിടെ അച്ഛനും അമ്മ എന്ത് ചെയ്യാണ്? പപ്പ പ്രിൻസിപ്പാളാണ് ബെൽവദർ സ്കൂൾ. ഓക്കെ. പിന്നെ അമ്മ ടീച്ചറാണ്. അപ്പൊ ഇതിനു വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണോ ലീവ് എടുത്തിട്ട്? അതെ. ഓക്കെ, ഒരുപാട് സന്തോഷം. കാരണം ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അതിനൊരു വലിയൊരു താങ്ക്സ് ഞങ്ങൾ അറിയിക്കുകയാണ്. അഹാനയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ, അതോ ഡാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ? എനിക്ക് റിതമിക് ജിംനാസ്റ്റിക്കിൽ പോണമെന്നാണ് ആഗ്രഹം. ഓ റിതമിക് ജിംനാസ്റ്റിക്കോ? അതിന്റെ അർത്ഥം എന്താണ് ആ സംഭവം? നമ്മള് ജിംനാസ്റ്റിക് പഠിച്ചിട്ട് ജിംനാസ്റ്റിക്കിന്റെ കൂടെ നമ്മള് ഹൂല ഹൂപ്പ് ഒക്കെ ചെയ്യും, ഒളിമ്പിക്സ് പോലെ. ഏകദേശം രണ്ടും അറിയാത്തോണ്ട് വലിയ ധാരണയില്ല, പക്ഷെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഒരു ജിംനാസ്റ്റിക് ഹൂല ഹൂപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിരിക്കും. അപ്പൊ അത് ഗിന്നസിൽ കയറാൻ ചാൻസ് കാണിച്ചു തരുമോ നമുക്ക്? കാണിച്ചു തരാം. അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ ഒത്തിരി ജിംനാസ്റ്റിക് പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് ഗിന്നസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മോൾക്ക് കുറെ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചേച്ചി അല്ലെ? ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതൊക്കെ എന്തിനായിരുന്നു? വേസ്റ്റ് ഹൂല ഹൂപ്പിങ്ങിനായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. പിന്നെ എന്താ പറയാ ഇവിടെ കറക്കിയതിന് പേര് മറന്നുപോയല്ലോ. എൽബോ ഹൂപ്പിങ്ങിനായിരുന്നു പിന്നെ കിട്ടിയത് ഇന്ത്യ ബുക്കും പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും. ഓക്കെ. അപ്പൊ ഇപ്പൊ അറ്റ് എ ടൈം ഇതെല്ലാം ചെയ്യും അപ്പൊ അല്ലേ? എൽബോ നീ ചെയ്യും, എല്ലാം ചെയ്യും. തലയും ചെയ്യും. പക്ഷെ ആ തലയില് ഹൂല ഹൂപ്പ് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വലിയൊരു കെട്ട് ആണോ? ശരീരം മുഴുവനും ഹൂല ഹൂപ്പ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന. വെറുതെ നടക്കുമ്പോഴും ഇത് വെച്ച് ഇങ്ങനെ കറക്കാറുണ്ടോ? നല്ല രസാണെന്ന്. എത്ര നാളായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം ഞാൻ കാര്യമായിട്ട് ഇതിനെ എടുത്തത് ഒരു 3-4 വർഷമായതേ ഉള്ളൂ. അപ്പൊ കാര്യമായിട്ട് അല്ലാണ്ട് ഒത്തിരി നന്നായിട്ട് ചെയ്യില്ലായിരുന്നു. വേസ്റ്റിൽ മാത്രമേ നേരത്തെ ചെയ്യുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലോക്ക്ഡൌൺ ആയിരുന്നപ്പോ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നു ചെയ്യണം. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് മനസ്സിലായി അഹാന ഫുൾ ടൈം ഇതിന്റെ ഉള്ളിലായിരിക്കണം. അപ്പൊ ലോക്ക്ഡൌൺ കൊണ്ട് അങ്ങനെ ഒരു ഗുണം കുട്ടിക്ക് കിട്ടി. ശരി, ഇനി ഇത് ആരെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഫ്രണ്ട്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള സിബ്ലിങ്സിനൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പഠിച്ചോ? പഠിച്ചു. ഇപ്പം 100-200 പേരും പഠിച്ചിട്ടുണ്ട് ഓൺലൈനിൽ. ഇങ്ങനെ എന്നെ ടീച്ചറാണ്. അയ്യോ ഞാൻ വെറുതെ ചോദിച്ചോ. എന്നെ കണ്ടുപഠിച്ചവരും പിന്നെ ഞാൻ പഠിപ്പിച്ചവരും ഓൺലൈൻ വഴി ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നതല്ല, വെറുതെ ചെറിയ വീഡിയോ അതിന്റെ ഇതൊക്കെ അവര് പഠിക്കും. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ചേച്ചിയുടെ പേര് പറയൂ. എന്റെ പേര് ഷിൽജ. ഞാൻ അഹാനയുടെ അമ്മയാണ്. അപ്പോ ടീച്ചറാണല്ലേ? ഏത് വിഷയമാണ്? ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ആൾക്ക്. എന്റെ പേര് അയോണ ബിനു. ഓക്കെ. അയോണ എന്ത് ചെയ്യണു? 8th പഠിക്കുന്നത്. അഹാനയുടെ സിസ്റ്റർ ചേച്ചിയാണ്. ഇനി അടുത്ത ആള്. എന്റെ പേര് ലിൻഡ.
അഹാനയുടെ ആൻറ്റി. അഹാനയുടെ ആന്റി. ആ ഇനി അടുത്ത്. എൻ്റെ പേര് ബിനു. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യണു? ജ്വല്ലറി സെയിൽസ്മാൻ ആണ്. ജ്വല്ലറി സെയിൽസ്മാൻ ആണ്. ഓക്കെ, ഇവിടെ കായംകുളത്ത് കായംകുളത്ത് തന്നെ. തന്നെ. അഹാനയുടെ ആരാണ്? അങ്കിള്. അങ്കിളാണ്. ആ ഓക്കെ, ശരി. അപ്പോ ഇനി അടുത്ത ആള്. എൻ്റെ പേര് അബി. അബി എന്ത് ചെയ്യണു? ഞാൻ +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്നു. സോ നിങ്ങളെല്ലാം പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ഇനി അവിടെ മധ്യപ്രദേശിലുള്ള അച്ഛനോടും ഞങ്ങളുടെ ഹായ് ഒക്കെ പറയൂ.